നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 3 ദിവസത്തിനകം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. രാത്രിയിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 30 രാത്രി മുതലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവിടെ ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. നിലവിൽ പ്രവൃത്തികൾ 2 നാൾ പിന്നിട്ടു. ഈ മാസം 4-നകം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. വാഹനഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടക്കുന്നത്. കൈവരികൾ പുനഃസ്ഥാപിച്ചതിനു ശേഷം റോഡിന്റെ തകർച്ചയും പരിഹരിക്കുന്നുണ്ട്. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ജൂലൈ 30-ന് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് കയറിയതോടെയാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത്. 1 മാസത്തിന് ശേഷമാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. LDF സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. പട്ടാമ്പിയിൽ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ച് നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ പ്രവാസികൾക്ക് നൽകിയത് പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CV ബാലചന്ദ്രൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് 32 പോഷക സംഘടനകളുണ്ട്. ഏതാണെന്ന് മുഴുവൻ എനിക്കെന്നറിയില്ല. പുസ്തകം എനിക്ക് പറയാം, ഒരു 5-6 കാണിച്ചാൽ പറയാം. പക്ഷേ അതിൽ നല്ല വ്യത്യസ്തമായി പാർട്ടിക്ക് ഏറെ ഗുണമുള്ള പ്രയോജനമുള്ള ഓരോ കാലഘട്ടത്തിലും ദുരന്തം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, കല്യാണം ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഒക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി വിദേശത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നാട്ടിൽ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസി. മുൻ MLA CP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യിൽ അധ്യക്ഷത വഹിച്ചു. ജിതേഷ് മൊഴിക്കുന്നം, ഷംസുദ്ദീൻ കൂറ്റനാട്, മാനു വട്ടോളി, ഫക്രുദ്ദീൻ, അസീസ് പട്ടാമ്പി, ആദംകുട്ടി, ഇക്ബാൽ, ബഷീർ, K സേതലവി, നാസർ ചുരക്കോട്, ദാവൂദ് ഹാജി, നീലടി സുധാകരൻ, സെയ്ദ് കോടനാട്, നൂറുദ്ദീൻ, EP യൂസഫ്, സജീവൻ, ഹമീദ് പാറക്കൽ, ബാവ മാലിയക്കൽ, MC മജീദ് മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും 1.053 കിലോ കഞ്ചാവും 0.34 ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാമിനെ പിടികൂടിയത്. ഇയാൾക്ക് 38 വയസ്സാണ്. ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. പ്രതി താമസിച്ചിരുന്ന പെരിന്തമണ്ണയിലെ വാടക വീട്ടിലും പരിശോധന നടത്തി. ഇവിടെ നിന്നുമാണ് 1/2 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ, ഷൊർണൂർ DYSP PR മനോജ് കുമാർ, പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. എല്ലാവർക്കും നീന്തൽ അറിയുന്ന മണ്ഡലമായി മാറാൻ പട്ടാമ്പി ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി നീന്തൽ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഈ മാസം 8-ന് പരിശീലന പരിപാടികൾ തുടങ്ങും. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഹമ്മദ് മോഹസിൻ MLAയുടെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും മുതുല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലുമാണ് നീന്തൽ പരിശീലനം ആരംഭിക്കുന്നത്. കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടുള്ള അപകടങ്ങൾക്ക് പരിഹാരം കാണുക കൂടിയാണ് ഇതിലൂടെ. ജലസാക്ഷരത ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. മുങ്ങി മരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ നിരന്തരമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു അപര്യാപ്തത വല്ലാതെയായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ പെരിക്കാട്ടുകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം തരക്കേടില്ലാതെ ചെറിയ തോതിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമാക്കിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നീന്തൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദ്ധതി പട്ടാമ്പി മണ്ഡലം തലത്തിൽ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനാ യോഗം ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും വിവിധ പ്രദേശങ്ങളിലായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന 8-ാം തീയതി
നമ്മുടെ പെരിക്കാട്ട് കുളത്ത് രാവിലെ 7 മണിക്ക് അതായത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പെരിക്കാട്ട് കുളത്തിൽ പരിശീലനം നൽകാനും അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് 8-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മുതുതല പഞ്ചായത്തിലെ നമ്മുടെ കൊടുമുണ്ട പ്രദേശത്തുള്ള മാടായിക്കുളത്തിലും പരിശീലനം നൽകുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുതുതല ഗ്രാമപഞ്ചായത്തിൽ ആലോചന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, നീന്തൽ വിദഗ്ധൻ ടർബു, ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ സോൺ ചെയർമാൻ കെ മനോജിന്റെ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. പട്ടാമ്പിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ പാഠ്യേതര അറിവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികളുടെയും ഓണത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസ പദ്ധതികളുടെയും ഉദ്ഘാടനം ചടങ്ങിൽ സോൺ ചെയർമാൻ കെ മനോജ് നിർവഹിച്ചു. പശ്ചിമഘട്ടത്തിലെ ലംബമായ പാറക്കെട്ടുകളിലെ സസ്യങ്ങളുടെ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ സ്മൃതി വിജയനെയും കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് സോൺ ചെയർമാൻ കെ മനോജിനെയും ചടങ്ങിൽ ആദരിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു KB ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ EK ബാബു, ഇർഷാദ് അഹമ്മദ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ക്യാപ്റ്റൻ E ഉണ്ണികൃഷ്ണൻ, സദാശിവൻ മച്ചിങ്ങൽ, സെക്രട്ടറി രഞ്ജീവ് R, ട്രഷറർ വിവേക് PJ തുടങ്ങിയവർ സംസാരിച്ചു. തളി മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2, PSC, മദ്രസ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആദരണീയം 2024 എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി K നിർവഹിച്ചു. മഹലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന റഹ്മ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ENT ആൻഡ് പാലിയേറ്റീവ് നോഡൽ ഓഫീസർ ഡോക്ടർ PV അജയൻ നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് VU അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൊടുങ്ങല്ലൂർ AEO P മൊയ്തീൻകുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായി. മോട്ടിവേഷൻ ക്ലാസിന് അഡ്വക്കേറ്റ് TS മുഹമ്മദ് ഷെഫീഖ് നേതൃത്വം നൽകി. തളി ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അബ്ദുൾ സമദ് അൻവരി, റഹ്മത്ത് ടീച്ചർ എന്നിവർ സംസാരിച്ചു. മഹല്ല് ഭാരവാഹികളായ അഹമ്മദ് VV, സലാം മച്ചാമ്പുള്ളി, അയ്യൂബ് TM, അലി AA, ഉമ്മർ കുളത്തിങ്കൽ, അലി KS, അബ്ദുൾ റഹിമാൻ, ഫറൂഖ് സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. സെക്രട്ടറി TM നാസർ സ്വാഗതവും ഖജാൻജി T അബൂബക്കർ നന്ദിയും പറഞ്ഞു. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പിൽ എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സദേൺ റോക്കിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. അത്തിക്കപ്പറമ്പ് മുസ്ലിം പള്ളി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ VKR ഹോസ്പിറ്റൽ വെട്ടിക്കാട്ടിരിയും ദി ഐ ഫൗണ്ടേഷൻ മലപ്പുറവും ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജും സംയുക്തമായി നടത്തിയ നേത്ര രക്തപരിശോധനാ ക്യാമ്പ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ്, PM സുലൈമാൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, BJP നേതാവ് MA രാജു, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സൈദലവി, സദേൺ റോക്ക് പ്രതിനിധി കുര്യച്ചൻ, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അത്തിക്കപ്പറമ്പ് നിവാസികൾക്ക് ആവശ്യമായ സൗജന്യ മെഡിക്കൽ കിറ്റും മറ്റു സാമഗ്രികളും പള്ളി ട്രഷറർ MA അലിക്ക് നൽകി. PA അബ്ദുൾ കരീം സ്വാഗതവും മുഹമ്മദ് ഷായിഖ് നന്ദിയും പറഞ്ഞു. നമ്മുടെ യുവാക്കൾക്കിടയിൽ പലരും ബ്ലഡിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവുകയാണ്. നമ്മൾ പല ഭാഗത്തും നമ്മൾ ചോദിക്കുന്നുണ്ട് ബ്ലഡ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു സുഹൃത്തിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിന് ഒരു ബ്ലഡിൻ്റെ ആവശ്യം വന്നിട്ട് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മളിവിടെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നാടിനകത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് നാട്
വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കാത്ത, നമ്മൾ അനുഭവിക്കാത്ത വലിയ തരത്തിലുള്ള രോഗങ്ങൾക്ക് നാട്ടിലെ പല ആളുകളും ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസുഖം വന്ന് ചികിത്സിക്കുക എന്നല്ല, അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കാനുള്ള ഇടപെടലാണ് ഇതുപോലുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മെഗാ മെഡിക്കൽ ക്യാമ്പിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത്. അത്തിക്കപ്പറമ്പിൽ യുവാക്കൾക്കു കളിക്കാൻ ഒരു ഗ്രൗണ്ടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഭാരവാഹികൾ നിവേദനം നൽകി. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തളി. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്കായി AIYF സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധനശേഖരണാർത്ഥം AIYF വരവൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. CPI വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PM ഷർഫുദ്ദീൻ, AIYF മേഖലാ സെക്രട്ടറി MM അസീസ്, പ്രസിഡന്റ് ആബിദ് ഇബ്രാഹിം, MG രാജേശ്വരി, CV ഉണ്ണികൃഷ്ണൻ, അരുണ, വിജയ, രേഷ്മ, സുലൈമാൻ, മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് AIYFിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ 10 വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 10 വീടുകളുടെ നിർമ്മാണ ചെലവിലേക്കായിട്ടുള്ള ധനശേഖരണാർത്ഥം ഇത്തരത്തിൽ മണ്ഡലത്തിനകത്ത് വ്യത്യസ്തമായി വ്യാപകമായി ബിരിയാണി ചലഞ്ചാണ് നടന്നു വരുന്നത്. അതുപോലെ തന്നെ സ്ക്രാപ്പ് ചലഞ്ച്, അതുപോലെ തന്നെ മറ്റ് പായസ ചലഞ്ച് ഉൾപ്പെടെ മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം വയനാടിൻ്റെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.